ആ എന്താ ഇവിടെ കളിക്കുന്ന കാര്യമൊക്കെ പറയുന്നേ? ഞാൻ നിങ്ങളുടെ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. ആ എന്താ മോനെ, നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു സംഭവം? പുറത്ത് കളിക്കാനൊക്കെ പോകുന്ന നീ സൂക്ഷിച്ചു വേണം. ബ്ലാക്ക്മാൻ ഇറങ്ങിയിട്ടുണ്ട്. അതെന്താ സംഭവം? ബ്ലാക്ക്മാൻ ആണെങ്കിലേ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരാളാ. നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ടെന്നാ ഓരോരുത്തർ പറയുന്നത്. ബ്ലാക്ക്മാൻ ആണെങ്കിൽ ഓരോ വീടുകളിൽ ചെന്നിട്ടാണെങ്കിൽ വീട് മാർക്ക് ചെയ്ത് വെക്കും. ബ്ലാക്ക്മാൻ ഏത് വീട്ടിൽ നിന്നാ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലാണെങ്കിലേ ബ്ലാക്ക് കളറിലെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. അതിനുശേഷം അപ്പൊ ഉറപ്പാ ആ വീട്ടിൽ നിന്നാലും ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരിക്കും. മോനെ പാർക്കുട്ടി ശ്രദ്ധിച്ചോണേ, നീ ശ്രദ്ധിക്കണം. നിങ്ങൾ ബ്ലാക്ക്മാന്റെ കാര്യമൊന്നും മോനെ പറയുന്നത്? ആ അതെ ആന്റി. അയ്യോ ഞാൻ ഈ കാര്യം അറിഞ്ഞു മോനെ, ഞാൻ ഇവരോട് ഇന്ന് പറയാനിരിക്കുവായിരുന്നു. ഞാൻ രാവിലെ പത്രത്തിൽ കണ്ട കാര്യം. അറിയാൻ പറ്റത്തില്ല മോനെ, സൂക്ഷിച്ചോണം. പുറത്തൊന്നും ഇനി ഇറങ്ങണ്ട കേട്ടോ കളിക്കാനൊന്നും. ഞാനിത് പറയാൻ വേണ്ടി ആന്റി വന്നത്. എന്നാ ഞാൻ പോട്ടെ. പാർക്കുട്ടി അമ്മയും കൂടെ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാൻ വേണ്ടി. സമയം ഇപ്പൊ 7:30 കാണുമല്ലോ. അതെങ്ങനെ ഇത്ര താമസിക്കാൻ കാരണം? സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് നിനക്ക് അത് വേണം ഇത് വേണോ പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം തെരഞ്ഞു നടന്നില്ല ഇത്രയും താമസിച്ചത്. ചിഞ്ചുന്റെ വീടൊക്കെ പിന്നെ നോക്കാം. നിനക്കൊരു കാര്യം അറിയോ? ബ്ലാക്ക്മാൻ ഉള്ള കാര്യം. അതുകൊണ്ടായിരിക്കും രാത്രി ആയിട്ട് പേടി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആ ബ്ലാക്ക്മാൻ അങ്ങനെ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിലെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിക്കും. അയ്യോ ശരിയാണല്ലോ മോളെ, ബ്ലാക്ക്മാൻ ഒക്കെ ഈ ഏരിയ എവിടെ ഉണ്ട്. അത് ശരിയാ മോളെ പറഞ്ഞത്, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച കാര്യം അവർ അറിഞ്ഞു കാണത്തില്ലല്ലേ മോളെ? അയ്യോ എന്താ മോളെ സൗണ്ട് കേട്ടത്? നമ്മളിപ്പോ ബ്ലാക്ക്മാൻ കണ്ട നമ്മളെ തട്ടും. ആ മോളെ നമുക്ക് ഒളിച്ചിരിക്കും ഇവിടെ. മോളെ സൗണ്ട് ഉണ്ടാക്കല്ലേ, മോളെ സൗണ്ട് ഉണ്ടാക്കാതെ നമ്മളെ കാണൂന്ന്. പെട്ടെന്ന് അയക്കും മോളെ. അപ്പൊ സ്റ്റിക്കർ ഒട്ടിച്ചാലും അവരറിഞ്ഞു മോളെ. എന്റെ ദൈവമേ, നമ്മളിനി എങ്ങനെ രക്ഷപ്പെടും മോളെ? ആ ബ്ലാക്ക്മാൻ കഥകിന് കൊട്ടിക്കൊണ്ടിരിക്കും അവര് തുറക്കാൻ വേണ്ടി. കഥക് തുറക്കാനാ പറഞ്ഞത്. അകത്ത് കയറി നോക്കട്ടെ. മോളെ ആ ബ്ലാക്ക്മാൻ വീടിനകത്തോട്ട് കയറാൻ പോവാ. ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. ആരും ഇല്ലേ? മോളെ ആ ബ്ലാക്ക്മാൻ അകത്ത് കയറി മോളെ. ഓടും മോളെ, വേഗം പോവും. ഭാഗമൊന്നും വേണ്ട, ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. അകത്താരും ഇല്ല. ഒരു കൊച്ചുകുട്ടി. ആരാ നീ? നിക്കവിടെ. അയ്യോ മോളെ നമ്മള് പെട്ടുപോയി തോന്നുന്നു. നിക്കാനവിടെ. ഞങ്ങളൊന്നും ചെയ്യല്ലേ. നിങ്ങളെ ആർക്ക് വേണം തള്ളേ? ആ കൊച്ചുകുട്ടി ഇതാ. അയ്യോ എന്റെ മോളെ ഉപദ്രവിക്കല്ലേ. നീയൊന്നും ഇനി രക്ഷപ്പെടത്തില്ല. മാറിക്ക് തള്ളേ. മോളെ നീ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടും മോളെ. നിക്കവിടെ. അയ്യോ ബ്ലാക്ക്മാൻ എന്റെ മോളെ പിടിച്ച്. അയ്യോ ബ്ലാക്ക്മാൻ എന്റെ മോളെ കൊണ്ട് പറക്കുന്നു. അയ്യോ എന്റെ മോളെ കൊണ്ട് ബ്ലാക്ക്മാൻ പറന്നു കളഞ്ഞ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ആരും ഇല്ലേ? കഥ തുറന്നേ. മോനെ പെട്ടെന്ന് അമ്മയച്ഛൻ ഇങ്ങോട്ട് വരാൻ പറ. എന്ത് പറ്റി സാവത്രി? എന്തിനാ കരയുന്നത്? എന്റെ മോളെ ബ്ലാക്ക്മാൻ പിടിച്ചോണ്ട് പോയി.
എന്തോ സഹോദരൻ നീ പറയുന്നത്? പാർക്കുട്ടിയെ ബ്ലാക്ക്മാൻ പിടിച്ചോണ്ട് പോയെന്നോ? അതെ, ഇപ്പൊ കുറച്ചു നേരം ആയതേ ഉള്ളൂ ബ്ലാക്ക്മാൻ എന്റെ മോളെ കൊണ്ട് പറന്നു കളഞ്ഞ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ചേട്ടാ, ബ്ലാക്ക്മാൻ ആണെങ്കിൽ പാർക്കുട്ടിയെ കൊണ്ട് പറന്നു കളഞ്ഞെന്ന്. ആണോ സാവിത്രി? അതെ സാർ, ഞാനും മോളും കൊണ്ടാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ 7 മണിയെ കഴിഞ്ഞ് ചിഞ്ചുവിന്റെ വീടിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചിഞ്ചുവിന്റെ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെ ആണെങ്കിൽ ബ്ലാക്ക് സ്റ്റീക്ക് ഒട്ടിച്ചേക്കുന്നു. ബ്ലാക്ക്മാൻ അപ്പോൾ ചിഞ്ചുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഞാനും മോളും കൂടി ഇത് കണ്ടിട്ടാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ഒരു മരത്തിന്റെ അവിടെ ആണെങ്കിൽ ഒളിച്ചിരുന്നു. ആ ചിഞ്ചു ഒന്നും അവിടെ ഇല്ലായിരുന്നു. അവരാണെങ്കിൽ വേറെ എവിടെ ഓടി രക്ഷപ്പെട്ടു പോയി. അവർ അമ്മയുടെ അടുത്താ പോയി മോള് പറഞ്ഞത്. മോളാണെങ്കിൽ മെസ്സേജ് അയച്ചു നോക്കിയപ്പോഴത്തേക്ക് അവരാണെങ്കിൽ അവർ അമ്മയുടെ അടുത്ത് പോയി. അവിടെ ആണെങ്കിൽ പിന്നെ ചെല്ലു എന്നുള്ള വിവരം അവർക്ക് നേരത്തെ കിട്ടി. കാരണം അവിടെ ആണെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് സ്റ്റിക്കർ. അത് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു അവർ നേരത്തെ അവിടെ സ്ഥലം വിട്ടിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ആ ബ്ലാക്ക്മാൻ പിടിക്കാൻ വന്നത് ചിഞ്ചുവിനെ നോക്കി അയാളാണെങ്കിൽ ആ ബ്ലാക്ക്മാൻ ആണെങ്കിൽ വീടിനകത്തോട്ട് കയറിപ്പോയി. ആ സമയം കൊണ്ട് ഞാനും മോളും കൂടെ ആണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ബ്ലാക്ക്മാൻ ഞങ്ങളെ കണ്ട് ഞങ്ങളെ പിന്നെ പിന്തുടർന്ന് അയാൾ എൻ്റെ മോളെ പിടിച്ച് എന്നിട്ടാണെങ്കിൽ അവർ കടന്നു കളഞ്ഞ് പറന്നാ പോയത് ആ ബ്ലാക്ക്മാൻ എൻ്റെ മോളെ കൊണ്ട്. അയ്യോ, എത്രയും പെട്ടെന്ന് ഞാൻ പോലീസിന് വിവരം അറിയിക്കട്ടെ. ഞാൻ പോലീസ് ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും സ്റ്റേഷനോട്ട് പോട്ടെ പെട്ടെന്ന്. ശാരദ, എന്റെ യൂണിഫോം പെട്ടെന്ന് എടുത്തോണ്ട് പോവാ. ആ ശരി ചേട്ടാ. സാവിത്രി വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലോട്ട് പോട്ടെ. പോലീസ് സ്റ്റേഷനിൽ പോട്ടെ, മോളെ തിരക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യട്ടെ. സാവിത്രി കരയുണ്ട്. സാവിത്രി, പണിക്കുട്ടൻ എവിടെ? പണിക്കുട്ടൻ വീട്ടില. ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ നേരെ ഇങ്ങോട്ടാ പോകുന്നത്. വാ, നീ അകത്ത് കയറി വാ. നീ ഇവിടെ ഇരുന്നോളാം. വവ്വാലിന്റെ ഇറച്ചി ഞാൻ പോയി കൊണ്ടുവരട്ടെ. ആ അതെ. അയ്യോ, പാറക്കുട്ടിയാണോ? അയ്യോ പാറക്കുട്ടി, നീ എവിടെയാണ്? ഞാൻ അതൊക്കെ അറിഞ്ഞു മോളെ. ബ്ലാക്ക്മാൻ കൊണ്ടുപോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. മോളെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. ഞാനിപ്പോ നേരെ സ്റ്റേഷനോട്ട് പോയിക്കൊണ്ടിരിക്കുക. മോളിപ്പോ ഏത് ഭാഗത്താ നിൽക്കുന്നതെന്ന് അറിയാമോ? എന്നിട്ട് ബ്ലാക്ക്മാൻ എവിടെ? വവ്വാലിന്റെ ഇറച്ചിയോ? മോളാണെങ്കിൽ തെക്കോട്ടാണോ പോയത്, വടക്കോട്ടാണോ അതോ കിഴക്കോട്ടാണോ, എങ്ങോട്ടാ പോയത്? മോള് പറഞ്ഞ എന്തോ കൊടും കാട്ടില്ല, പിന്നെന്തോ പൊളിഞ്ഞു വീടാന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്റ്റേഷനിൽ പോയിട്ടെ മോളുടെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യട്ടെ. മോളുടെ നമ്പർ ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോളെ സ്ഥലം മനസ്സിലാക്കാൻ പറ്റും. ഒരു കാരണവശാലും മോളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത് കേട്ടോ. ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് കയ്യില്. പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ ഞാനാണെങ്കിൽ വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയക്കാം. സാറേ, ആ മൊബൈൽ എവിടെ കമ്പ്യൂട്ടർ കാണിക്കുന്ന അറിയാവോ? നമ്മുടെ ആ പെരുമ്പാറയില്ലേ, പെരുമ്പാറയുടെ മുകളിലാ. ഓ, പെരുമ്പാറ എന്നോ സ്ഥലം? അയ്യോ, പെരുമ്പാറ അങ്ങ് ദൂരെയാണല്ലോ. അങ്ങ് മലയുടെ മുകളില്ല. ഭയങ്കര കൊടും കാടാ അവിടെ. നമുക്ക് പെരുമ്പാറയിലോട്ട് എത്രയും പെട്ടെന്ന് പോകാം സാർ. ആ അതെ, ബാക്കി എല്ലാവരും വിളിക്കട്ടെ. നിനക്ക് വേണോ ഈ കാക്കയുടെ ഇറച്ചി തിന്നാൻ? ഞാൻ വവ്വാലിന്റെ ഇറച്ചി നോക്കി പോയതാ, പക്ഷെ എനിക്ക് വവ്വാലിനെ കിട്ടിയില്ല. പകരം ഒരു കാക്കയെ കിട്ടിയത്. ഞാൻ ആ കാക്കയുടെ ഇറച്ചി കൂടി പോന്നു. ഈ കാക്കയുടെ ഇറച്ചി അകത്താക്കിയതിനു ശേഷം നിന്നെ ഞാൻ അകത്താക്കും. നല്ല ടേസ്റ്റ്. എന്താ സാറേ, ഇത് തന്നെ കേട്ടോ വീട്. ആ അതെ, ഇത് തന്നെ വീട്. ഇത് തന്നെയല്ലേ സ്ഥലം ലൊക്കേറ്റ് ചെയ്തത്. അകത്ത് ലൈറ്റ് കാണുന്നുണ്ട്. നമുക്കൊരു സമയം ഒട്ടും കളയണ്ട, വേഗം നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഞാൻ ആ കാക്കയെ തിന്നു കഴിഞ്ഞു. ഇനി നിന്നെ ഞാൻ ഇനി അകത്താക്കാൻ പോകുന്നത്. നിന്നെ ഇപ്പൊ അകത്താക്കും ഞാൻ. എന്താ സൗണ്ട് കേട്ടത്? നീ എന്താണ് വിചാരിച്ചത്? നിങ്ങളാരാ? ഞാൻ മാത്രമല്ല ഉള്ളത്. എടാ, നിന്നെ ഇന്ന് ഞങ്ങൾ വക വരുത്തോടാ. പിടിക്ക് സാറേ ഇയാളെ.